പാട്ടിൽ ഇടങ്ങാറുണ്ട്. ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോ മൂസിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സ്വന്തം വീടും പറമ്പും വിറ്റിട്ട് തിരുവനന്തപുരത്തെ വീടും പറമ്പും വിറ്റ് നാട് വിട്ടു പോകേണ്ടി വന്നു. എന്തുകൊണ്ട്? ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ പോലീസ് ചെയ്ത ഒരു തോന്നിവാസം കൊണ്ട്. മനസ്സിലാക്കണം, ഇടതുപക്ഷം കൊണ്ട് മുസ്ലിങ്ങൾ കിട്ടിയ നേട്ടാണ്. കോഴിക്കോട് ബോംബ് സ്ഫോടനം ആരാ ഉത്തരവാദി? NDF. എന്താ സംശയം? വെള്ളിയാഴ്ച ഉച്ചക്ക് ബോംബ് വെച്ചാ പിന്നെ വേറെ ആരും വെക്കൂല. വെള്ളിയാഴ്ച ഉച്ചക്ക് ബോംബ് വെച്ചോ NDF-കാര്. ഒരുപാട് NDF-കാരെ പിടിച്ചുകൊണ്ടുപോയി മറച്ചും തിരിച്ചൊക്കെ ചോദിച്ചു, ഒരു രക്ഷയില്ല. ആ കർണാടകയിൽ ഒരുത്തനെ പിടിച്ചു. പിന്നെ ഒരു കർണാടക പാകിസ്ഥാൻ പൗരൻ ഫഹദ്, അവനെ കൊണ്ടുവന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചു കോഴിക്കോട് ബോംബ് സ്ഫോടനം എങ്ങനെങ്കിലും അവന്റെ തലയിൽ വെക്കാൻ. അതും വിജയിച്ചില്ല. അവസാനം പറയുന്നു, ബുഷ് വിരുദ്ധ പ്രകടനം കോഴിക്കോട് നടന്നപ്പോ അതിൽ പങ്കെടുത്ത ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ചിത്രത്തിന് അവിടെ ബോംബ് പൊട്ടിച്ച ചെറുപ്പക്കാരന്റെ രേഖാചിത്രവുമായി സാമ്യമുണ്ട്. അയാളെ പോലീസ് തെരയാണ്. സൗദി അറേബ്യയിലാണ്. ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി പിടിച്ചുകൊണ്ടുവരും. അവിടെ പോലീസിനെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നിയ സമയമാണ്. ഇന്റർപോൾ എന്നൊക്കെ പറയാൻ മാത്രം ശക്തി നമ്മുടെ പോലീസിന് കിട്ടിയല്ലോ. നമ്മൾ ഇതേ വിചാരിച്ചിരുന്ന വിവരമില്ലായിരുന്നു. പക്ഷെ വിവരണ്ട്. ഇന്റർപോളിന്റെ സഹായം തേടുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇരകളുടെ പത്രം തേജസിന്റെ ആളുകൾ പോയി ആ ചെറുപ്പക്കാരന്റെ വീട്ടില് കാപ്പനോടും ഉമ്മനോടും ചോദിച്ചു, ഉങ്ങളെ മോനാണല്ലോ ഇപ്പൊ ബോംബ് പൊട്ടിച്ചതെന്ന് പറയുന്നത്. ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി പിടിച്ചുകൊണ്ടുവരുന്നാണല്ലോ പറയുന്നത്. ആ വാപ്പിയമ്മ പറഞ്ഞു, പഠിച്ചോനെ ഒരു ഇന്റർപോളിന്റെ സഹായം വേണ്ട, ഓനെ ഏത് പോലീസ് സ്റ്റേഷനിൽ എപ്പോ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹാജരാക്കി തരാം. അപ്പൊ പോലീസിന് ഓനെ വേണ്ട. അതെ, പോലീസിന് വേണ്ടേ? ബാപ്പ ഹാജരാക്കി തരും. വേണ്ട, പിടിച്ചോ. ബോംബ് സ്ഫോടനത്തിലെ പ്രതിയാണെങ്കിൽ പിടിച്ച ചാപ്റ്റർ ആ പുസ്തകം അടക്കി. എന്താ പുസ്തകം അടയ്ക്കാത്തത്? പ്രതിയെ വേണ്ട നിങ്ങൾക്ക്? എന്റെ ശബ്ദം ശ്രമിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാര്, പോലീസുകാര് നട്ടലുണ്ടെങ്കിൽ അടുത്ത മീറ്റിംഗിൽ ഒന്ന് ചോദിക്ക്, എന്തേ ആ പ്രതിയെ പിടിക്കാതിരുന്നത്? ബാപ്പ ഹാജരാക്കി തരാന്ന് പറഞ്ഞിട്ട് ആ പ്രതിയെ പിടിക്കാതിരുന്നത് എന്തേ? ഞങ്ങൾക്കറിയാം എന്താ പിടിക്കാത്തത്. കേരളത്തിൽ ഇനി നടക്കുന്ന മുഴുവൻ സ്ഫോടനങ്ങളുടെയും അടിയില് ഒരു പാരഗ്രാഫ് എല്ലാ വാർത്തയിലും അതായിരിക്കും. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നടന്ന 2 സ്ഫോടനത്തിലെ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല.